സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിലോട് വന്ന് നിന്റെ സുവിശേഷം 14-ാം അധ്യായം 22 മുതലുള്ള തിരുവചനങ്ങൾ. ജനസഞ്ചയത്തെ പിരിച്ചുവിടുമ്പോഴേക്കും തനിക്ക് മുമ്പേ വഞ്ചിയിൽ കയറി മറുകരയ്ക്ക് പോകാൻ യേശു ശിഷ്യന്മാരെ നിർബന്ധിച്ചു. അവൻ ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടതിന് ശേഷം ഏകാന്തതയിൽ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് കയറി. രാത്രിയായപ്പോഴും അവൻ അവിടെ തനിച്ചായിരുന്നു. ഇതിനിടെ വഞ്ചി കരയിൽ നിന്ന് ഏറെ ദൂരം അകന്നു കഴിഞ്ഞിരുന്നു. കാറ്റ് പ്രതികൂലമായിരുന്നതിനാൽ തിരമാലകളിൽപ്പെട്ട് അത് വല്ലാതെ ഉലഞ്ഞു. രാത്രിയുടെ 4-ാം യാമത്തിൽ അവൻ കടലിൻ മീതെ നടന്ന് അവരുടെ അടുത്തേക്ക് ചെന്നു. അവൻ കടലിന് മീതെ നടക്കുന്നത് കണ്ട് ശിഷ്യന്മാർ പരിഭ്രാന്തരായി. ഇതാ ഭൂതം എന്ന് പറഞ്ഞ് ഭയം നിമിത്തം നിലവിളിച്ചു. ഉടനെ അവൻ അവരോട് സംസാരിച്ചു. ധൈര്യമായിരിക്കുവിൻ, ഞാനാണ്, ഭയപ്പെടേണ്ട. പത്രോസ് അവനോട് പറഞ്ഞു, കർത്താവേ, അങ്ങാണെങ്കിൽ ഞാൻ ജലത്തിന് മീതെ അങ്ങയുടെ അടുത്തേക്ക് വരാൻ കൽപ്പിക്കുക. വരൂ, അവൻ പറഞ്ഞു. പത്രോസ് വഞ്ചിയിൽ നിന്നിറങ്ങി വെള്ളത്തിന് മുകളിലൂടെ യേശുവിൻ്റെ അടുത്തേക്ക് നടന്നു ചെന്നു. എന്നാൽ കാറ്റ് ആഞ്ഞടിക്കുന്നത് കണ്ട് അവൻ ഭയന്നു. ജലത്തിൽ മുങ്ങിത്താഴാൻ തുടങ്ങിയപ്പോൾ അവൻ നിലവിളിച്ചു പറഞ്ഞു, കർത്താവെ, രക്ഷിക്കണമേ. ഉടനെ യേശു കൈനീട്ടി അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അല്പവിശ്വാസി, നീ സംശയിച്ചതെന്ത്? അവർ വഞ്ചിയിൽ കയറിയപ്പോൾ കാറ്റ് ശമിച്ചു. വഞ്ചിയിലുണ്ടായിരുന്നവർ അവനെ ആരാധിച്ചുകൊണ്ട്, സത്യമായും നീ ദൈവപുത്രനാണ് എന്ന് പറഞ്ഞു. ഈ ദിവസം ഞങ്ങളെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, ഓരോ പ്രഭാതത്തിലും അങ്ങയുടെ സ്നേഹം പുതുതാണെന്ന് ഞങ്ങൾ അറിയുന്നു. ഇന്നേ ദിവസം മനസ്സമ്മതത്തിനായി ഒരുങ്ങുന്ന ജൂലിയായെയും ജസ്റ്റിനെയും പ്രത്യേകമായ ഞങ്ങൾ തിരുക്കരങ്ങളിലെയും ജൂലിയുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും എല്ലാം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ജൂലിയായ്ക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് മധ്യസ്ഥം വഹിക്കുന്ന അച്ചാച്ചനെയും അച്ചായനെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ജൂലിയയുടെ വെല്ലുമിച്ചയും രോഗാവസ്ഥയിലായിരിക്കും ഞങ്ങളുടെ അമ്മച്ചയും എല്ലാവർക്കും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാം പ്രാർത്ഥനയും അനുഗ്രഹവും ഇവരുടെ ജീവിതത്തിലുള്ള നിങ്ങൾ അവരോടുകൂടി ഉണ്ടായിരിക്കണമേ. ദൈവവചനത്തെ അധിഷ്ഠിതമായ ജീവൻ നയിക്കുവാൻ അവരെ അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ അപേക്ഷിക്കണമേ. കുടുംബത്തിന് മധ്യസ്ഥനായ പിതാവേയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഇന്നേ ദിവസത്തെ പൂർണ്ണമായ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു.
ഞങ്ങളുടെ യാത്രയിലും ഞങ്ങൾക്ക് തുണയായിരിക്കണമേ. കാവൽ മാലാഖമാരെ ഞങ്ങളോട് കൂടെ ആയിരിക്കണമേ. ഞങ്ങളുടെ വാഹനങ്ങളെ മുമ്പിലും പിറകിലും വശത്തും എല്ലാം ആയിരുന്നുകൊണ്ട് ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ. അമ്മേ മാതാവേ, ഒരിക്കൽ കൂടി അങ്ങയോട് മധ്യസ്ഥ ഉപേക്ഷിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരിദ്രമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.
പുരുഷൻ മാതാപിതാക്കളെ വിട്ട് സ്ത്രീയോടും സ്ത്രീ മാതാപിതാക്കളെ വിട്ട് പുരുഷനോടും ചെയ്യുന്നു. പിന്നീട് അവരുടെ ജീവിതം വേർതിരിച്ച ജീവിതമാണെന്നൊക്കെ വചനം പറയുന്നത്. നമ്മളെ വളർത്തി വലുതാക്കി ഇന്ന് കുറേ വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ പേരിൽ വന്നതെന്ന് നിങ്ങൾ പ്രതിജ്ഞയെടുത്തു പോയത്. ആ പ്രതിജ്ഞ ഇന്ന് ജൂലൈ ഏറ്റെടുക്കുമ്പോൾ നമുക്ക് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവിടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ തന്നെയാണ് വിവാഹം കഴിച്ചവരോടും ഇന്ന് ഈ മക്കളെ വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കുന്ന ഈ മക്കൾക്കും ഇനിയും കടന്നു വരാനുള്ളവർക്കും എല്ലാം നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയിലെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. ഗുരുവായൂരപ്പുറം നിറഞ്ഞ ജീവിതങ്ങളിലേക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മളെ സാക്ഷികരിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ സ്തുതിയും ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് വിളിക്കുന്ന രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ആദിയിൽ മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിക്കുകയും സ്നേഹകൂട്ടായ്മയ്ക്ക് മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പിനുമായി അവരെ തമ്മിൽ വിവാഹ വാഗ്ദാനത്തിനായി തിരുമുമ്പിൽ വന്നിരിക്കുന്ന ജസ്റ്റിനെയും ജൂലിയെയും സ്വതന്ത്ര മനസ്സോടും തികഞ്ഞ സ്നേഹത്തോടും കൂടെ അനുഗ്രഹിക്കണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ എന്നേക്കും. ഭാര്യയെ കണ്ടെത്താൻ വഴിയൊരുക്കിയ കർത്താവേ, വിവാഹ വാഗ്ദാനത്തിന് അണിഞ്ഞിരിക്കുന്ന ഈ ദാസരെ അനുഗ്രഹിക്കണമേ. കർത്താവിൽ ആശ്രയിക്കുന്നവരെല്ലാം ഭാഗ്യവാന്മാരാകുന്നു. ധനികർക്കൊന്നുമല്ല, കർത്താവിനെ തേടുന്നവർക്കോ നന്മകൾക്കൊന്നും കുറവുണ്ടാവുകയില്ല. മക്കളെ ഒന്ന് കേൾക്കുവിൻ, ദൈവഭയം നിങ്ങളെ ഞാൻ അഭ്യസിപ്പിക്കാൻ ചെയ്യുന്നു. എങ്കിൽ തിന്മയിൽ നാവിനെയും വ്യാജഭാഷത്തിനും അതിരത്തെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വഴിയൊരുക്കിയ കർത്താവേ, വിവാഹ വാഗ്ദാനത്തിന് അണിഞ്ഞിരിക്കുന്ന ഈ മക്കളെ അനുഗ്രഹിക്കണമേ. നൽകിയിട്ടുള്ളതും പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായി എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞുകൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ എന്നേക്കും. ബലവാനേ
പരിപാവനനാം അമർത്യനേ കാരുണ്യം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവനം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 15 തിരുവചനങ്ങൾ 1 മുതൽ. ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ്. എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു. എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കഴിക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു. അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ചു കളയുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു. വിവാഹവാഗ്ദാനം ചെയ്ത് ദാസനെ ആശീർവദിക്കുകയും ഇവർ ചെയ്യുന്ന വാഗ്ദാനം ഇവർക്ക് നൽകുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിന്റെ വിജയത്തിൽ നമ്മൾ മനസ്സിലാക്കിയതും തമ്മിലും ദൈവവുമായി നടന്ന ഉടമ്പടിയും മരണം വരെ നിലനിൽക്കുന്ന ബന്ധവുമാണെന്ന ബോധ്യത്തോടെ അത് സ്വീകരിക്കുവാൻ ഈ ദാസരെ ഒരുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, നിങ്ങളുടെ സന്നിഹിതരായിട്ടുള്ളവരും സന്നിഹിതരാകാൻ സാധിക്കാത്തവരുമായ ഓരോരുത്തരെയും നമുക്ക് ഓർക്കാം. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെ കൈപിടിച്ച് നടന്നിട്ടുള്ള ഓരോരുത്തരെയും വചനം ഓർമ്മപ്പെടുത്തുന്നത് പോലെ ആരും എന്നിലും ഞാൻ അവനെല്ലാം വസിക്കുന്നുവോ അവൻ കൂടുതൽ ഫലം പുറപ്പെടുവിക്കും. ധാരാളം ഫലം പുറപ്പെടുവിച്ച് ദൈവത്തെ പ്രിയപ്പെട്ടവരായി ജീവിക്കുവാൻ ജസ്റ്റിനും ജൂലിയേക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വാഗ്ദാനം ചെയ്യുവാനായി തിരുമുമ്പിൽ അണിഞ്ഞിരിക്കുന്ന അങ്ങയുടെ ദാസരുടെ മേൽ കരുണയുണ്ടാകണമേ. ഇവരുടെ വാഗ്ദാനം പൂർത്തിയാക്കുവാനും അങ്ങേക്ക് പ്രീതികരമായ ജീവിതം നയിക്കുവാനും വേണ്ട അനുഗ്രഹം ഇവർക്ക് നൽകണമേ. ഇവരെയും ഇവരുടെ കുടുംബാംഗങ്ങളെയും സ്നേഹത്തിലും ഐക്യത്തിലും കാത്ത് സംരക്ഷിക്കണമേ. പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. പൂർണ്ണമായ സഭയോടുകൂടി മാത്രമേ വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെടാൻ പാടുള്ളൂവെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. നിങ്ങളുടെ ഈ വിവാഹ നിശ്ചയം പരസ്യമായി പ്രഖ്യാപിക്കാനുള്ള അവസരം തിരുസഭ നിങ്ങൾക്ക് നൽകി. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹം എന്ന ഉദാശയിലൂടെ ജൂലിയ എന്ന് വിളിക്കപ്പെടുന്ന അന്നെ നിന്റെ ഭാര്യയായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. ജൂലിയ എന്ന് വിളിക്കപ്പെടുന്ന അന്ന മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹം എന്ന ഉദാശയിലൂടെ ജസ്റ്റിൻ എന്ന് വിളിക്കപ്പെടുന്ന തോമസിനെ
നിന്റെ ഭർത്താവായി സ്വീകരിച്ചുകൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നുവോ? വിവാഹ വാഗ്ദാനം നടത്തിയ ജസ്റ്റിനെയും ജൂലിയെയും മിശിഹ അനുഗ്രഹിച്ച് ആശീർവദിക്കുകയും ഈ വാഗ്ദാനം നിറവേറ്റുവാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും തിരുക്കുടുംബത്തിൻ്റെ നാഥനായ മാർ യോസേപ്പ് പിതാവിൻ്റെയും ഞങ്ങളുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെയും പ്രാർത്ഥന ഇവരുടെ വാഗ്ദാനത്തെ സഫലമാക്കട്ടെ. സകല വിശുദ്ധരുടെയും വിശിഷ്യ ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും മാധ്യസ്ഥം ഇവർക്ക് സംരക്ഷണവും സഹായവുമായിരിക്കട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ദൈവത്തിൻ്റെ പരിപാലനയിൽ നിങ്ങൾ ചെയ്ത ഈ വിവാഹ വാഗ്ദാനത്തെ അവിടുന്ന് തൻ്റെ വചനത്താൽ ശക്തിപ്പെടുത്തുകയും സ്നേഹത്തിൻ്റെ കൽപ്പനയാൽ സുസ്ഥിരമാക്കുകയും കരുണയാൽ പൂർത്തിയാക്കുകയും ചെയ്യട്ടെ. അബ്രാഹത്തെയും സാറായെയും ഇസഹാക്കിനെയും റബേക്കായെയും യാക്കോബിനെയും റാഹേലിനെയും സംയോജിപ്പിച്ച ദൈവം നിങ്ങളുടെ വാഗ്ദാനത്തെ വിശ്വാസത്തിലും സത്യത്തിലും സ്നേഹത്തിലും മനസ്സിൻ്റെ ഐക്യത്തിലും മുദ്രിതമാക്കട്ടെ. തീക്ഷ്ണമായ പ്രാർത്ഥനയോടും ആത്മീയമായ ഒരുക്കത്തോടും കൂടെ വിവാഹമെന്ന പ്രകാശയ്ക്കായി അണയുവാൻ ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. നിങ്ങളെയും നിങ്ങളെ സ്നേഹത്തിൽ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
ഇവരുടെ സ്നേഹബന്ധം എത്രയും മനോഹരമായ പൂക്കളെ പോലെ എന്നും വിരിയട്ടെ എന്ന ആശംസകളോടെ പ്രാർത്ഥനയോടെ നമ്മുടെ എല്ലാവരുടെയും മുഖങ്ങളിൽ പുഞ്ചിരിയും ഹൃദയത്തിൽ സന്തോഷവും നിറയുന്ന ഈ സമൂഹ നിമിഷങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് ഞാൻ ജൂലിയ ടെബിൻ, ജൂലിയയുടെ ആൻറ്റി. ഞാൻ ജാസ്മിൻ ജയ്മോൻ, ജൂലിയയുടെ മറ്റൊരു ആൻറ്റി. നമ്മുടെ ഈ നിമിഷത്തിൽ ജൂലിയയെയും ജസ്റ്റിനെയും നമുക്ക് സ്റ്റേജിലേക്ക് ക്ഷണിക്കാം. ജൂലിയയും ജസ്റ്റിനും ഇന്ന് ജീവിതത്തിൽ എന്തായിരിക്കുന്നുവോ അത് അവരുടെ മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും സ്നേഹവും കരുതലുമാണ്. പപ്പായുടെയും മമ്മിയുടെയും ചേട്ടായിമാരുടെയും അമ്മച്ചിയുടെയും കുഞ്ഞുമോളായി വളർന്ന ജൂലിയയും പപ്പായുടെയും മമ്മിയുടെയും ചേച്ചിയുടെയും സ്നേഹനിധിയായ ജസ്റ്റിനും ഈ സുന്ദര നിമിഷം പങ്കുവയ്ക്കുമ്പോൾ അവരുടെ പ്രിയപ്പെട്ടവർ കൂടെയില്ലെങ്കിൽ എന്ത് സന്തോഷം. ആദ്യമേ തന്നെ നമുക്ക് ജൂലിയയുടെ പപ്പായെയും മമ്മിയെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കാം. വളരെ സ്നേഹത്തോടെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി ജസ്റ്റിന്റെ ചേച്ചിയെയും ചേട്ടനെയും സ്റ്റേജിലേക്ക് സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ജൂലിയയുടെ 3 സഹോദരൻ ജോർണിൽ, ഭാര്യ ആൻ അയർലൻഡിൽ ജോലി ചെയ്യുന്നു. രണ്ടാമത്തെ മകനാണ് ജസ്റ്റിൻ. ജസ്റ്റിൻ ഇപ്പോൾ സൗദി റിയാദ് എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്നു. ജസ്റ്റിന്റെ മൂത്ത സഹോദരി ഷാലറ്റ്, ഭർത്താവ് കലസ്റ്റിൻ ഒരു ഖത്തറിൽ ജോലി ചെയ്യുന്നു. ജസ്റ്റിനും ജൂലിയയും സ്നേഹത്തിന്റെ പ്രതീകമായി ഈ തിരി തെളിയിക്കുമ്പോൾ ഈ തിരിയുടെ പ്രകാശം മുമ്പോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിനും ഒരു വെളിച്ചമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ ഈ മെഴുകുതിരി പോലെ പരസ്പരം ഉരുകി തീരുവാൻ എന്നും എപ്പോഴും താങ്ങും തണലുമായിരിക്കുവാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായി തിരിതെളിക്കുന്നതിനായി ജസ്റ്റിന്റെ പപ്പായെയും ജൂലിയയുടെയും ജീവിതത്തിൽ ഒരു പ്രകാശമായി അവരുടെ നല്ലതും മോശമായ നിമിഷങ്ങളിൽ അവർക്ക് സപ്പോർട്ടായി കൂടെ കാണുമെന്നുള്ള വാഗ്ദാനമായി അവർ ഈ തിരിതെളിയിക്കുന്നു. അടുത്തതായി ജൂലിയയുടെ മാതാപിതാക്കളെ തിരിതെളിക്കാനായി ക്ഷണിക്കുന്നു. അവർ ഈ തിരിതെളിക്കുമ്പോൾ ജസ്റ്റിനും ജൂലിയയ്ക്കും ഒരു നല്ല കുടുംബജീവിതം ആശംസിച്ചുകൊണ്ട് ഈ തിരികൾ തെളിഞ്ഞു നിൽക്കുന്ന പോലെ സ്നേഹത്തിന്റെയും പങ്കുവെക്കലിന്റെയും പ്രതീകമായി ഈ കേക്ക് മുറിക്കുവാനായി ജസ്റ്റിനെയും ജൂലിയയെയും ക്ഷണിക്കുന്നു. Dear Justin and Julia, as you share the cake, we wish and hope that your life is sweet as a cake.
ലിജിമോളെയും ആന്റെയും ജോർലിയെയും അതിനുവേണ്ടി ക്ഷണിക്കുന്നു.